നമസ്കാരം. ഇന്നത്തെ കഥ ഒരു പുതിയ സീരീസ് ആണ്. തെനാലി രാമനെ പറ്റി കേട്ടിട്ടുണ്ടോ? തെനാലി രാമന്റെ കഥകൾ ഒരുപാട് ഇഷ്ടമായത് എനിക്ക് ചെറുപ്പത്തില്. ഈ അടുത്താണ് എനിക്കത് വീണ്ടും ഓർമ്മ വന്നത്. അപ്പോൾ വീണ്ടും വായിക്കാൻ എടുത്തപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ വായിക്കുന്നതെല്ലാം ഇവിടെയും ഷെയർ ചെയ്യാം. അതാണ് ഇന്നത്തെ തുടക്കം. ഇപ്പൊ തെനാലി രാമൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ തെനാലി രാമൻ ആരാണ്, എവിടെ നിന്ന് വന്നു, അദ്ദേഹം എവിടെ ആയിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയണ്ടേ? അതോ ഒരു മിസ്റ്റീരിയസ് അഥവാ കഥാപാത്രം മാത്രമായിരുന്നു? അല്ല, തെനാലി രാമൻ ശരിക്കും ഉണ്ടായിരുന്നു 16-ാം നൂറ്റാണ്ടിൽ, 16th സെഞ്ചുറി, 16-ാം നൂറ്റാണ്ടിലെ വിജയനഗരം എന്ന് പേര് കേട്ട രാജ്യം. ആ വിജയനഗരത്തിലെ കൃഷ്ണദേവരായർ എന്ന രാജാവിന്റെ സദസ്സിലെ അഷ്ടദിഗ്ഗജ് എന്ന് പറഞ്ഞ 8 പ്രധാനിമാരിൽ ഒരാളായിരുന്നു തെനാലി രാമൻ. ഈ തെനാലി രാമൻ എന്ന് പറയുമ്പോൾ എന്തായി തെനാലി, എന്താ രാമൻ? രാമൻ എന്നുള്ള പേര് എല്ലാവർക്കും സുപരിചിതമായിരിക്കും, ഒരുപാട് കേട്ടുകേൾവിയുള്ള പേര്. തെനാലി എന്നാൽ ഒരു സ്ഥലത്തിന്റെ പേരാണ്. അതെന്തുകൊണ്ട്? തെനാലി രാമന്റെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു. അപ്പോ അദ്ദേഹം പിന്നീട് അമ്മയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അമ്മയുടെ വീടുണ്ടായിരുന്ന സ്ഥലമാണ് തെനാലി. അപ്പൊ തെനാലി രാമൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. എളുപ്പല്ലേ മനസ്സിലാക്കാൻ, തെനാലി എന്നുള്ള രാമൻ എന്ന് പറഞ്ഞ. അപ്പോ അതാണ് അദ്ദേഹത്തിന്റെ തുടക്കം. പിന്നെ ചെറുപ്പം മുതലേ നമ്മൾ തെനാലി രാമൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തെ നാട്ടുകാർ തെമ്മാടി രാമൻ എന്നാ വിളിച്ചിരുന്നു. തെമ്മാടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, എല്ലാ കുറുമ്പ്, എന്തൊക്കെ മറ്റുള്ളവരെ ശാഠ്യം പിടിപ്പിക്കാൻ, ചുണ്ടി പിടിപ്പിക്കാൻ ചെയ്യാമോ അതെല്ലാം അദ്ദേഹം ചെയ്യും. ചുരുക്കത്തിൽ ഇന്നത്തെ യൂട്യൂബ് വീഡിയോകളുണ്ടല്ലോ, പ്രാങ്സ്റ്റർ, അത് ആള് നന്നായി ചെയ്തിരുന്നു. പക്ഷെ അത് യൂട്യൂബിൽ മറ്റുള്ളവരെ കാണിക്കാനല്ല, സ്വയം ആസ്വദിക്കാൻ. അതായിരുന്നു തെനാലി രാമന്റെ പ്രകൃതം. ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിൽ അതീവ നിപുണനായിരുന്നു. കാരണം തലമണ്ട, നല്ല ബുദ്ധിമാനായിരുന്നു തെനാലി രാമൻ. അദ്ദേഹത്തിന് അമ്മ ഗുരുകുലത്തിൽ അയച്ചിരുന്നു. അവിടെയും തെനാലി രാമൻ ആരെയും വെറുതെ വിട്ടിരുന്നില്ല. ഗുരുവിന്റെ പീഠത്തിൽ, ഗുരുവിന്റെ ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, അവിടെ പഴുത്ത് ചീഞ്ഞ പഴങ്ങൾ കൊണ്ടുവയ്ക്കുക. ആ പഴുത്ത് ചീഞ്ഞ പഴങ്ങളിൽ ഗുരു വന്നിരിക്കുമ്പോ പ്ലക്ക് എന്ന് പറഞ്ഞ ശബ്ദം വന്ന് ഗുരു ആകെ ലഭ്യനാവുമല്ലോ, അത് കണ്ട് പൊട്ടിച്ചിരിക്കുക. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വിനോദങ്ങൾ. ഇത് സംഭവിക്കുമ്പോൾ ഗുരു ചോദിക്കും, ആരാ ഇത് ചെയ്തത്? ഉടൻ ഉത്തരം തെനാലി രാമൻ. ഉടൻ അദ്ദേഹത്തെ പിടിക്കുന്നു, തലകീഴായി കെട്ടിത്തൂക്കിയിടുന്നു. ഒരു കാര്യമില്ല. പിന്നീട് വീണ്ടും ഇതന്നെ ആവർത്തിക്കുക. പുതിയ സ്ഥലങ്ങൾ, പുതിയ പ്രാങ്സ്റ്റർ എന്തൊക്കെ ചെയ്യാം, പ്രാങ്ക്സ് എങ്ങനെയൊക്കെ ചെയ്യാവുന്നതിൽ നല്ല നിപുണനായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗുരുവിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും ഹൃദിസ്ഥമാക്കുന്നതിൽ തെനാലി രാമൻ ഉണ്ടായിരുന്ന കഴിവ് വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ അതിവേഗത്തിലെല്ലാം പഠിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യം ഒരുപാട് കഷ്ടം. അമ്മയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, പട്ടിണിയും പരിവട്ടവും നടക്കുന്നു. അതേസമയം തെനാലി രാമന് പുറത്ത് ജോലിക്ക് പോകാൻ ഒരു താല്പര്യമില്ല. എന്ന നാവോ, നമ്മൾ പറയില്ല, ഇത്രയും നീള, അതന്നെ എല്ലാവരെയും വിഡ്ഢിയാക്കുന്നതിൽ അദ്ദേഹം കണ്ടെത്തിയിരുന്ന ആ ഒരു ആനന്ദം ആൾക്ക് എപ്പോഴും അടി കിട്ടുന്നതിന് മാത്രമേ സഹായിച്ചുള്ളൂ. അരി വാങ്ങിച്ചില്ലെങ്കിലും അടി കിട്ടുന്നതിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇതാണ് തെനാലി രാമന്റെ തുടക്കം. ഇനി അങ്ങോട്ട് നമുക്ക് തെനാലി രാമന്റെ ഓരോരോ കുട്ടി കഥകൾ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ആ തെനാലി രാമൻ ഇത്രയും പേര് കേട്ട തെനാലി രാമൻ എന്ന വിദൂഷകനായി മാറിയത്, ഇത്രയും ബുദ്ധിമാനായ ഏത് സന്ദർഭങ്ങളിലും ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുന്ന ആളായി മാറിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി വീണ്ടും കാണാം.